നമസ്കാരം. ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു തിരിച്ചെത്തിയിരിക്കുകയാണ് ശബരിമലയിൽ നിന്നും വീട്ടിലേക്ക്, വാടനാംകുറിശ്ശിയിലേക്ക്. ജസ്റ്റ് നൗ ഒരു ഹാഫ് ആൻ അവർ ബാക്ക് വന്നു, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി. ഞാനിപ്പോൾ പുതിയ നമ്മുടെ വീഡിയോ ഇൻട്രോ എടുക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ എൻഡ് ചെയ്തത് പമ്പയിൽ വെച്ചാണ്. പമ്പയിൽ നിന്ന് നമ്മൾ മലയൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം പമ്പ ഗണപതിയുടെ മുന്നിൽ മാല ഊരി, അതിനുശേഷം കാറിൽ കയറിയപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്തു. സംസാരിക്കാനുള്ള ഒരു ഒരു എനർജി പോലും ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും ടയർഡായിരുന്നു. അതിനുശേഷം യാത്രയൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പോയ റൂട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല. റെസ്റ്റായിരുന്നു, കാറിൽ കിടന്നുറങ്ങി. ഇപ്പോൾ എത്തി നമ്മളിവിടെ. ഇപ്പോൾ വരുന്ന വഴി റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി ഒരു വീട്ടിൽ, അതിനുശേഷം എത്തി. ഇപ്പോൾ സമയം 8 മണി. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു വീഡിയോ ഇവിടെ തുടങ്ങാം. കാരണം നമ്മുടെ ഗുരുസ്വാമി നാളെ തിരിച്ചു പോവാണ് ബാംഗ്ലൂർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഗെറ്റ് ടുഗദർ ഇന്ന് ചെയ്യുന്നുണ്ട്. മാല ഊരി നമ്മൾ ഓൾറെഡി പമ്പയിൽ. ഇനി വ്രതം മുറിക്കാം. ഇന്ന് കഴിഞ്ഞ 50 ദിവസമായിട്ടുള്ള വ്രതം മുറിക്കാൻ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ. അങ്ങനെ ഒരു ചെറിയ വീട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ തുടങ്ങാം. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ നാളെ പകൽ വെളിച്ചത്തിൽ പറയാം. അതിലെ നല്ലത് എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടിയും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. സോ വ്രതം മുറിക്കാൻ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഷീലാവ് എന്ന് പറയുന്നൊരു മീനുണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ നമ്മൾ അർബൻ ഡൈനിൽ നിന്ന് വാങ്ങിയ ചിക്കൻ കറിയുണ്ട്. ഇനി ഉറങ്ങട്ടെ. 2-3 ദിവസത്തെ ഉറക്കം നല്ലോണം ബാക്കിയുണ്ട്. അതിൻ്റെ കണ്ണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ടയർഡാണ്. ഓഫ് കോഴ്സ് കാറിൽ വരുമ്പോൾ ഉറങ്ങി, എന്നാലും വീട്ടിൽ കിടന്നുറങ്ങണ പോലെ വരില്ലല്ലോ. നാളെ സ്വസ്ഥം ഹോളിഡേ ആണ്, 2 ദിവസം ഹോളിഡേ ആണ്, ശനി ഞായറാണ്. അപ്പോൾ നല്ലോണം റെസ്റ്റ് എടുക്കാം. ഞാൻ ഈ വീഡിയോ നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോട്ടെ. ഗുഡ് മോർണിംഗ്. കോൾഡ് പിടിച്ചെന്നാണ് തോന്നുന്നത്. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് എടുത്തു വെച്ചു. ഇതിനിപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കും അതുപോലെ അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കണം. മള്ളിയൂർ അമ്പലത്തിലെ കടും പായസവും പിന്നെ അപ്പമുണ്ട്, അതുപോലെ ശബരിമലയിൽ നിന്ന് കിട്ടിയ നെയ്യഭിഷേകത്തിന് നെയ്യ്. ഗ്ലൂക്കോസ് പ്രസാദമല്ല കേട്ടോ, അത് ഞാൻ വേറെ വാങ്ങിയതാണ്. അവലും മലരും ഉണ്ട്, പിന്നെ നമ്മുടെ അരവണയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വരാം. നമ്മുടെ അടുത്ത വീട്ടിലത് കൊടുക്കാൻ പോയപ്പോഴാണ് അവിടുന്ന് കുറച്ച് ഇരുമ്പാമ്പുളി കിട്ടിയത്. നല്ല പുളിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ നെല്ലിക്കയും കിട്ടി. ഇതിപ്പോൾ എന്തായാലും ഉപ്പിലിടേണ്ടി വരും. ഇവിടെ വീട്ടിൽ പുതിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ കണ്ണൊക്കെ മിഴിച്ചിട്ടുണ്ട്. കുട്ടികളെയൊക്കെ ഒന്ന് കാണട്ടെ. കണ്ണൊക്കെ മിഴിച്ച മുഖങ്ങൾ. ഇവനാണ് കൂട്ടത്തിൽ കുറുമ്പൻ. അവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇന്ത്യ ഓസ്ട്രേലിയ സെക്കൻഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഈ കളിയിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, ഇന്ത്യ തോക്കുന്ന മട്ട. കുറച്ചു നേരം മാച്ചൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് വീട്ടിന് ഉമ്മർത്ത് കൂടെ ആരോ പോകുന്നത് കണ്ട്. ബാക്ക് സൈഡ് മാത്രമേ കിട്ടിയുള്ളൂ. ഇതിവിടെ സ്ഥിരം വരുന്നൊരു മയിലാണേ. അങ്ങനെ ക്രിക്കറ്റ് മാച്ചൊക്കെ കണ്ടിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് മോസ്റ്റ്ലി ഇന്ത്യ തോൽക്കുന്ന തോന്നുന്നു ഈ ഒരു ടെസ്റ്റ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഫസ്റ്റ് കളി എന്തായാലും ജയിച്ചല്ലോ, നമുക്ക് അടുത്തത് നോക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ശബരിമല വ്ളോഗ്സിൻ്റെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ തോന്നി നമ്മൾ പോയി വന്നതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയണമല്ലോ എന്ന് നിങ്ങളുമായിട്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭഗവാന്റെ കടാക്ഷം കൊണ്ടും പിന്നെ കുറച്ച് ഭാഗ്യം കൊണ്ടും ഒരുപാട് പേരുടെ ഹെൽപ്പ് കൊണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട്. മഴ നമ്മളെ സഹായിച്ചു, മഴ ഒഴിഞ്ഞു നിന്നു. പേടിയുണ്ടായിരുന്നു അത്, കാരണം അതിന് മുന്നത്തെ ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പോയി വന്ന എൻ്റെ പരിചയത്തിലുള്ള ചില സ്വാമിമാരൊക്കെ പറഞ്ഞു, മഴയാണ്, പമ്പയിൽ ഇറങ്ങാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്, സന്നിധാനത്ത് മഴ കിട്ടിയ പണിയാവും. അതുപോലെ തന്നെ ഹരിവരാസനം ചൊല്ലുന്ന സമയത്ത് ക്യൂലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തൊഴാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ അവിടെ എത്തിയിട്ട് സ്വാമിയെ കാണാണ്ട്, അയ്യപ്പനെ കാണാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണത്, കന്യാസ്വാമിയായിട്ട് പോകുമ്പോൾ. അപ്പോൾ
ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അങ്ങനെയൊന്നും നടന്നില്ല, നന്നായി തൊഴുതു. ഇത് പറയുകയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒക്ടോബർ തൊട്ടിട്ട് പറയണം. ഐ എം ടേക്കിംഗ് സം ടൈം. ഓക്കെ, ഒക്ടോബർ 26-ന് നമ്മൾ വ്രതം തുടങ്ങി. അതിന് മുന്നേ ഒരു 3-4 ഡേയ്സ് മുന്നേ എൻ്റെ അങ്കിള് ഷാജി മാമ ഇവിടെ നാട്ടിലേക്ക് വന്നു. ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു സാറ്റർഡേ ആയിരുന്നു. അന്ന് റാൻഡമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ ശബരിമലയ്ക്ക് വരുന്നോന്ന്. കറണ്ട് പോയത്, ശബരിമലയ്ക്ക് വരുന്നോന്ന്. കാരണം അദ്ദേഹം ഒരു 20-22 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ പോകുമ്പോഴും കന്നിസ്വാമിയായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തവണ വരുന്നോന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛനും പോയിട്ടില്ല ഇതുവരെ. അച്ഛന് പലപ്പോഴും ചെറുപ്പത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മേ ബി പല സാഹചര്യങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. അതാണ് സത്യം ഇതുവരയ്ക്കും. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ വി ബോത്ത് വെർ വെരി ഹാപ്പി ആൻഡ് വി സെഡ് ഇമീഡിയറ്റ്ലി ഓക്കെ, ഞങ്ങൾ റെഡിയാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാം പ്ലാൻ ചെയ്യണം. അപ്പോൾ ഉടനെ തന്നെ അജിമാമോട് സംസാരിച്ചു, ബോംബെയിലുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡിസംബറിൽ എന്തായാലും വരാൻ പ്ലാൻ ഉണ്ട്, അപ്പം മലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മുമ്പ് 3 തവണ പോയിട്ടുണ്ട്, 4ാം തവണയാണ്. അപ്പോഴൊക്കെ പുള്ളി ചില ട്രാവൽസിൻ്റെ കൂടെ പോയതാണ്. നമ്മൾ റിലേറ്റീവ്സ് പോകുമ്പോൾ അല്ല പോയത്, ഒറ്റയ്ക്ക് വേറെ ഗ്യാങ്ങുകളുടെ കൂടെ പോകും. അപ്പം ഇത്തവണ പുള്ളി ഉണ്ട് പറഞ്ഞു. വേറെ ചില റിലേറ്റീവ്സിനോട് സംസാരിച്ചപ്പോൾ അവർ ഈ ഒരു ടൈമിൽ അവർക്ക് ലീവ് ബാലൻസ് ഇല്ല, അതുകൊണ്ട് ഓഫ് സീസണിൽ എല്ലാ മലയാള മാസം 5 ദിവസം തുറക്കുമല്ലോ, ആ സമയത്ത് പോകാൻ പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. പിന്നെ നമ്മുടെ ഗുരുസ്വാമിക്ക് ഫ്രണ്ട്സ് അവരൊരു 3 പേരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ഇട്ടു. നമ്മൾ വണ്ടി ബുക്ക് ചെയ്തു. ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ശബരിമല റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഷെയർ ചെയ്യും അതിൽ. അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയിൽ നമ്മൾ വ്രതം ആരംഭിച്ചു. ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ. അത് കഴിഞ്ഞ് ഒരുവിധം ഈ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കുട്ടാപ്പീനെയും കൊണ്ട് പോയി. കുട്ടാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ് കൊണ്ട് പോയി. അതിനുശേഷം മാലയിട്ടു. ഞാൻ എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം ഞാൻ എത്രത്തോളം നോൺ വെജ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. അതെന്നൊക്കെ മാറിയിട്ടൊരു 41 ദിവസം കംപ്ലീറ്റ് വെജിറ്റേറിയനായി മാറിയ ഒരു ടൈം. അത് തന്നെ ലൈഫിലൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. വ്രതശുദ്ധിയോടുകൂടി അവിടെ നമ്മൾ മാലയൊക്കെ ഇട്ട് നമ്മുടെ അടുത്ത അമ്പലത്തിൽ നിന്ന്. അതിനുശേഷം പോകുമ്പോഴും ഒരു ചെറിയ പേടിയുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ആർക്കും ഉണ്ടാവരുത് എന്നൊരു ഇത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മറ്റ് 3 സ്വാമിമാർക്ക്, അതായത് നമ്മുടെ ഗുരുസ്വാമിയുടെ ഫ്രണ്ട്സ്, അവർക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ ഫാമിലിയിൽ ഒരു പേഴ്സണൽ ലോസ് ഉള്ളതുകൊണ്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 4 പേര് ആണ് പോയത്. വണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ടും ലാസ്റ്റ് മിനിറ്റ് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതേ വണ്ടി തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയായിരുന്നു കാറിൽ. നമ്മുടെ സാരഥി ആയിട്ടുള്ള അജിരാജ് ചേട്ടനാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ്, വളരെ ലൈക്ക് നമ്മുടെ സെയിം വൈബിലുള്ള ഒരാൾ. സോ നല്ല രീതിയിൽ പമ്പയിൽ വരെ എത്തി. മഴ ഇല്ലാത്തതുകൊണ്ട് പമ്പയിൽ കുളിച്ച് വരാൻ പറ്റി. ഒരു 90% ആൾക്കാർ ആന്ധ്രക്കാരായിരുന്നു എല്ലായിടത്തും പോകുമ്പോഴും. ഇതിൽ ഏറ്റവും ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ് എലമെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ശബരിമല സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ അച്ഛനെ കണ്ടിട്ട് ചില സ്വാമിമാർ, ആന്ധ്രയിൽ നിന്ന് വന്ന സ്വാമിമാർ, നിങ്ങൾക്ക് ആക്ടർ അല്ലേ എന്ന് പറഞ്ഞിട്ട് പറയാനുണ്ട്. ഇത് ഗുരുവായൂർ വെച്ചിട്ട് ആളുകൾ വന്ന് സെൽഫി എടുക്കാൻ തുടങ്ങി, കാല് തൊട്ട് തൊഴാൻ തുടങ്ങി. അച്ഛൻ അവരോട് പറഞ്ഞു, പറ്റാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ സ്വാമി കഴിഞ്ഞിട്ട് നുണയൊന്നും പറയാൻ പാടില്ലല്ലോ. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറയുന്ന ആ ആൾ തന്നെ പറയുന്നുണ്ട്. അതൊരു ആക്ടർ ജയപ്രകാശ് ഒക്കെ ഉണ്ട്, മങ്കാത്തയിലൊക്കെ ആക്ട് ചെയ്ത ആ പുള്ളിയെയാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛൻ പറഞ്ഞു അല്ല എന്നല്ല പറഞ്ഞു. അതും കഴിഞ്ഞ് നമ്മൾ കൊടുങ്ങല്ലൂർ പോയി. അവിടെയും 2-3 സ്വാമിമാർ വന്നിട്ട് ചോദിച്ചു. അപ്പോഴും അച്ഛൻ അല്ല പറഞ്ഞു. അതൊരു തമാശ രൂപേണ വിട്ടു. പമ്പയിലെത്തിയിട്ടും സന്നിധാനത്തെത്തിയിട്ടും ഒക്കെ 2-3 പേര് ഇങ്ങനെ വന്ന് ചോദിക്കുക. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ദേഷ്യമായി തുടങ്ങിയെന്ന് എനിക്കൊരു ഫീൽ. അപ്പോൾ ഒന്നും പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട. അത് ഞാനായിട്ട് തന്നെ പറഞ്ഞു അവരോട്, നോ യു ആർ മിസ്റ്റേക്കൺ, ഈസ് നോട്ട് ദ പേഴ്സൺ യു ആർ തിങ്കിങ് ഓഫ്, അങ്ങനെ പറഞ്ഞു ഞാൻ. സോ അവർ പോയി. പക്ഷെ അത് എനിക്കറിയില്ല, മേ ബി ആ താടിയെങ്കിലൊക്കെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അതിന് വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സന്നിധാനത്ത് എത്തിയിട്ട് ഞാൻ വ്ളോഗല്ല, ഞാൻ സന്നിധാനത്ത് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഇതിൽ ഞാനിരുന്ന് ഒരു സെൽഫി എടുക്കുകയായിരുന്നു. എൻ്റെ ഫോണ് പെട്ടെന്ന് പിടിച്ചു.
ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. വേറെ ആരോ പിടിച്ചോണ്ട് ഓടിയോ എന്നൊക്കെ വിചാരിച്ചു. അവിടെ വെച്ച് അങ്ങനെയൊന്നും നടക്കില്ല. എന്നാൽ പോലും എനിക്ക് പെട്ടെന്നൊരു പേടി. നോക്കിയപ്പോൾ ഒരു പോലീസ് സ്വാമിയായിരുന്നു. പോലീസ് സ്വാമി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇവിടെ വെച്ചിട്ട് നിങ്ങൾ വ്ളോഗും കാര്യമൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, വ്ളോഗൊന്നും അല്ല, നിങ്ങൾ നോക്കി അറിയാം, വീഡിയോ ഒന്നല്ല ഞാൻ എടുത്ത്, ജസ്റ്റ് ഞാനൊരു ഇവിടെ വന്നതിൻ്റെ ഇതിന് ഓർമ്മയ്ക്ക് ഒരു ഫോട്ടോ എടുത്താണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഫോൺ അവരുടെ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങി. സംഭവം എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഞാൻ അവിടെ ഒരു ഇവിടെ നിന്ന് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു, എടുത്ത് ഞാൻ പോയി. ഞാൻ അതായത് ഭഗവാന്റെ ഫോട്ടോ ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ ഇത് ഇറങ്ങിയതിന് ശേഷം എടുത്തതാണ്. അത് ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങി ഡിലീറ്റും ചെയ്തു. അതും കഴിഞ്ഞ് ഇറങ്ങി, എന്താ പറയുക, അല്ല ഇറങ്ങണതിന് മുന്നേ ഭഗവാനെ കണ്ട, അത് പറയണ്ടേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയണല്ലോ, ഒരുപാട് പ്രായമായിട്ടുള്ളവർ, ചെറിയ കുട്ടികളും ഒക്കെ ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ആലോചിക്കായിരുന്നു, എൻ്റെയൊക്കെ ഈ ഏജിൽ ഈ ഒരു ആരോഗ്യത്തിൽ എനിക്കൊക്കെ കയറുന്നതിൽ ഇപ്പോൾ എന്താ ബുദ്ധിമുട്ട്. എന്നെക്കാളും പ്രായമായിട്ടുള്ളവരാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അവർ സുഖമായി കയറി. പക്ഷെ ഞാൻ മേ ബി നോട്ട് യൂസ് ടു ദിസ്. അതിന് ചെരുപ്പിട്ടിട്ട് പോലും, ചെരുപ്പിടാതെ നടന്നിട്ട് പോലും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്തു മല കയറുമ്പോൾ. ഞാൻ കുറേ സ്ഥലത്ത് ഇരുന്നിട്ടാണ് കയറിയത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കയറിക്കോളും, ഞാൻ എത്തിക്കോളാം, നമുക്ക് അവിടെ എത്തുമ്പോൾ ഒരുമിച്ച് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. പതുക്കെ കയറി. കാരണം അവിടത്തൊക്കെ കുറച്ച് ഈറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കുടിച്ചിട്ടൊക്കെ കയറി. കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, പക്ഷേ ഈ തണ്ണിമത്തനൊക്കെ കഴിച്ചിട്ടൊക്കെ കയറി. പിന്നെ വെള്ളവും ഒക്കെ കുടിച്ച് മെല്ലെ കയറി. ഞാൻ അവിടെ എത്തി. ഭാഗ്യത്തിന് നമുക്ക് വലിയ ക്യൂ ഉണ്ടായിരുന്നില്ല. ആ 18-ാം പടി കയറി. എല്ലാ പടിയും പതുക്കെ തന്നെ കയറി. പോലീസ് സ്വാമിമാർ ഉന്തുന്നുണ്ടായിരുന്നു, എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു സ്പീഡിൽ തന്നെ കയറിയിട്ട് ഭഗവാന്റെ ആ ദർശനം കിട്ടുന്ന സമയത്തുള്ളൊരു ഫീലിങ്, അയ്യോ, അത് പെട്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നിന്ന് പോവും. എന്തോ ഭാഗ്യത്തിന് കുറച്ചധികം സമയം നമുക്ക് നിന്ന് തൊഴാൻ പറ്റി. നല്ല ദർശനം കിട്ടി, നല്ല ദർശനം, ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നല്ല താമസവും അവിടെ അടുത്ത് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ മഞ്ഞത്തൊന്നും കിടക്കേണ്ടി വന്നില്ല. മല ഇറങ്ങുന്ന സമയത്ത് ചെരുപ്പ് വാങ്ങി അവിടുന്ന്, എന്നിട്ട് ചെരുപ്പിട്ടിട്ടാണ് ഇറങ്ങി. അത് ഇറങ്ങുമ്പോൾ വലിയ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഒരു 2 ലാപ്പ് ഒഴിച്ച് നമ്മുടെ മസിൽ ചെറുതായി പിടിച്ചു എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പമ്പയിൽ വെച്ച് തന്നെ അവിടുത്തെ മേൽശാന്തി മാല ഊരി നമ്മളങ്ങനെ തിരിച്ച് വന്നു. ഇത് ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കുണ്ടായത്. പേഴ്സണലി ഞാൻ വളരെ ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാൻ പറ്റി. എനിക്ക് പറ്റാവുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്തു നമ്മുടെ യാത്രയുടെ. നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ച് നിങ്ങളിതിന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഗുരുസ്വാമി ഇപ്പം ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ് രാത്രി. അപ്പോൾ കണ്ണൂർ യശ്വന്തപൂർ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ, നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് കൊണ്ടാക്കണം. അപ്പോൾ ആ പരിപാടിയിലേക്ക് പോകാൻ സമയം ഇപ്പം 6:15 ഇവിടുന്ന് 8:15 ഇറങ്ങുള്ളൂ. അപ്പോൾ ആ സമയത്ത് കാണാം. നമ്മുടെ സ്വന്തം ഷൊർണൂർ ജംഗ്ഷൻ. ഞങ്ങളെ ശബരിമലയിലേക്ക് കൊണ്ടുപോയതിന് ഒരുപാട് നന്ദി. മുഖം കിട്ടണമെങ്കിൽ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും. താങ്ക് യു. ഹാപ്പി ജേണി. അങ്ങനെ ഷാജി മാമയുടെ വണ്ടി പ്ലാറ്റ്ഫോം വിട്ടു. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീടെത്തി. അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ അത്രയും മതി, ഇനി ഇത് വലിച്ചു നീട്ടുന്നത് ശരിയല്ല, നിങ്ങളോട് ചെയ്യുന്നത് ക്രൂരതയൊപ്പവും. കൂടുതൽ എൻ്റെ സംസാരമായിരുന്നു ഈ വീഡിയോ, പിന്നെ കുറച്ച് കാഴ്ചകളും. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ഫ്രം അർജുൻ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്പെൻഡിങ് യുവർ ടൈം. ടേക്ക് കെയർ എവരിവൺ.